കോൺഗ്രസ്സുകാർ പോലും അറിയാത്ത ഒരു ലാലേട്ടനെ അവിടെ സ്ഥാനാർത്ഥിയാക്കി കോൺഗ്രസ്. എന്തുകൊണ്ടാണ്? കടകംപള്ളിയെ വിജയിപ്പിക്കാൻ വേണ്ടി. ഇലക്ഷന്റെ വോട്ട് പെട്ടിയിലാകുന്നതിന് 10 ദിവസം മുൻപ് ശ്രീമാൻ NN കൃഷ്ണദാസിനെ കാണാതാവുന്നു. അടൂർ പ്രകാശും ഉണ്ണികൃഷ്ണൻ പോറ്റിയും സോണിയ മാഡവും ഒരുമിച്ച് നിൽക്കുന്ന ചിത്രം നമ്മുടെ മുന്നിൽ പുറത്തു വന്നു. അപ്പൊ ഒരു കാര്യം ഉറപ്പായി, അടൂർ പ്രകാശിനും ഉണ്ണികൃഷ്ണൻ പോറ്റിക്കും സോണിയ മാഡത്തിനും ഈ കട്ടിളപ്പാളി പൊളിച്ചതിനെ കുറിച്ച് അറിയാം. നമ്മൾ പറഞ്ഞു, മാറാത്തത് മാറും എന്നുള്ള മുദ്രാവാക്യത്തെ മുന്നിൽ വെച്ചുകൊണ്ട് ഭാരതീയ ജനതാ പാർട്ടി മുന്നോട്ട് പോകുമ്പോൾ വരാനിരിക്കുന്ന അടുത്ത തെരഞ്ഞെടുപ്പ് സമയത്ത് ഭാരതീയ ജനതാ പാർട്ടിയുടെ ജില്ലയുടെ ജനറൽ സെക്രട്ടറി എണീറ്റ് നിന്നുകൊണ്ട് പറയും, ഞാൻ ഇന്ന പ്രദേശത്തെ മുനിസിപ്പാലിറ്റിയിലെ ചെയർമാൻ ആണ് എന്ന് പറഞ്ഞ് പരിചയപ്പെടും എന്ന് നമ്മൾ ഓരോ ജില്ലകളിലും പറഞ്ഞിരുന്നു. ഇപ്പൊ നോക്കുന്ന സമയത്ത് ഓരോ ജില്ലകളിലും ജനപ്രതിനിധികളായി ജനങ്ങളെ അഭിമുഖീകരിക്കുകയും വിജയിക്കുകയും മുനിസിപ്പൽ ചെയർമാനായിട്ടും നമ്മുടെ ഈ അനന്തപുരിയുടെ തന്നെ കോർപ്പറേഷന്റെ വാതിൽ ജനങ്ങൾ തുറന്നു കൊടുത്തുകൊണ്ട് ഭാരതീയ ജനതാ പാർട്ടി നേതൃത്വം നൽകുന്ന NDA ഹൃദയപൂർവ്വം സ്വീകരിച്ചപ്പോ നമ്മുടെ പ്രിയപ്പെട്ട ശ്രീമാൻ VV രാജേഷ് അദ്ദേഹം ഉപരാഷ്ട്രപതി വരുന്ന വിമാനത്താവളത്തിൽ ആ മേയറുടെ കോട്ടിട്ട് നിൽക്കുന്ന കാഴ്ച എന്നെയും നിങ്ങളെയും പുളകം ചാർത്തിയിട്ടുണ്ട് നമ്മുടെ ഹൃദയത്തിൽ എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. മാറാത്തത് മാറും എന്നുള്ള മുദ്രാവാക്യം നമ്മൾ ഒരുമിച്ച് ഏറ്റെടുത്തുകൊണ്ട് ഈ കേരളത്തിൽ മുന്നോട്ട് പോകുമ്പോൾ അവിശുദ്ധ രാഷ്ട്രീയ സഖ്യം ഇരു മുന്നണികളും ഉണ്ടാക്കിയിരുന്നു എന്നതിന്റെ അവസാനത്തെ സൂചകം ഇന്നലെ ചില പ്രദേശങ്ങളിൽ നിന്ന് പുറത്തു വരികയുണ്ടായി. ആ സൂചകം എന്താണെന്ന് അറിയുമോ? തെരഞ്ഞെടുപ്പിന്റെ ദിവസം രാവിലെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ശ്രീമാൻ ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞു കേരളത്തിലെ ജനങ്ങളോട്, BJP അധികാരത്തിൽ വരാതിരിക്കാൻ ആവുന്നത്ര പരിശ്രമം ഞങ്ങൾ ചെയ്യും എന്ന്. അതേ ദിവസം തന്നെയാണ് കോൺഗ്രസിന്റെ തലപ്പത്തിരിക്കുന്ന സണ്ണി ജോസഫ് പറഞ്ഞത്. എന്താണ്? ഇവർ വരാതിരിക്കാൻ ആവശ്യമായിട്ടുള്ള കാര്യങ്ങളെല്ലാം കോൺഗ്രസ് പാർട്ടിയും ചെയ്യും എന്നവർ പറഞ്ഞു. ഡബിൾ എഞ്ചിൻ സർക്കാർ അത് കേരളത്തിന്റെ ഭരണകൂടത്തിൽ ഭാരതീയ ജനതാ പാർട്ടിക്ക് ഏറ്റെടുക്കാൻ സാധിക്കുമെന്നുള്ള ദൗത്യത്തിന്റെ പ്രഖ്യാപനമായിട്ടാണ് നമ്മൾ എല്ലാവരും ഇന്ന് ഇവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. അനന്തപുരിയുടെ വാതിൽ തുറക്കാമെങ്കിൽ 101 പേരിൽ ഇത്രയധികം ആളുകളെ വിജയിപ്പിച്ചുകൊണ്ട് അനന്തപുരിയുടെ വിജയം എന്ന് പറയുന്നത് നമ്മൾ ക്രമേണ തുടങ്ങി. 2004 നമ്മുടെ പ്രിയപ്പെട്ട O രാജഗോപാൽജി മത്സരിക്കുമ്പോൾ നമ്മുടെ തിരുവനന്തപുരത്ത് നമുക്ക് 2ാം സ്ഥാനത്ത് വരാൻ സാധിച്ചിട്ടും ഈ തിരുവനന്തപുരത്ത് ഭാരതീയ ജനതാ പാർട്ടിയുടെ ജനങ്ങളെ അഭിമുഖീകരിച്ചുകൊണ്ട് നിയമസഭയിൽ തെരഞ്ഞെടുപ്പിനെ നേരിട്ടവർ അസംബ്ലിയിലേക്ക് കടക്കാതിരുന്നത് ഭാരതീയ ജനതാ പാർട്ടിയുടെ MLA-മാർ ഉണ്ടാകണമെന്ന് കേരളത്തിലെ ജനങ്ങൾ ആഗ്രഹിക്കാത്തത് കൊണ്ടല്ല, നമ്മൾ പണിയെടുക്കാത്തത് കൊണ്ടല്ല, നമ്മുടെ നേതാക്കന്മാർക്ക് കഴിവ് കുറവുള്ളത് കൊണ്ടല്ല, മറിച്ച് ഇടതുപക്ഷവും വലതുപക്ഷവും ഒരുമിച്ച് ചേർന്ന് കൈകോർത്ത് പിടിച്ചുകൊണ്ട് ഓരോരുത്തരെ തെരഞ്ഞു പിടിച്ച് പരാജയപ്പെടുത്തിയത് കൊണ്ടാണ്. എനിക്ക് പറയാൻ സാധിക്കും, ഞാൻ കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചത് കഴക്കൂട്ടത്താണ്. അവിടെ ശബരിമലയിൽ ആചാരത്തെ തകർക്കാൻ അയ്യപ്പനെ വെല്ലുവിളിച്ച ശ്രീമാൻ കടകംപള്ളി സുരേന്ദ്രനെതിരെ ഭാരതീയ ജനതാ പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായിട്ട് ഞാൻ മത്സരിക്കുമ്പോൾ ഞാൻ അവിടെ ചെല്ലുന്നതിന് മുൻപ് കരുതിയത് കോൺഗ്രസിലെ ഏറ്റവും വലിയ ഒരു നേതാവിനെ ആ കടകംപള്ളിക്കെതിരെ മത്സരിപ്പിക്കാൻ വേണ്ടി കോൺഗ്രസിന്റെ നേതൃത്വം തയ്യാറാകുമെന്നായിരുന്നു. എന്നാൽ നമുക്ക് കാണാൻ സാധിച്ച ഒരു കാഴ്ച എന്ന് പറയുന്നത് കോൺഗ്രസ്സുകാർ പോലും അറിയാത്ത ഒരു ലാലേട്ടനെ അവിടെ സ്ഥാനാർത്ഥിയാക്കി കോൺഗ്രസ്. എന്തുകൊണ്ടാണ്? കടകംപള്ളിയെ വിജയിപ്പിക്കാൻ വേണ്ടി. കഴക്കൂട്ടത്തെ കടകംപള്ളിയെ വിജയിപ്പിക്കാൻ എടുത്ത അതേ തീരുമാനമായിരുന്നു മഞ്ചേശ്വരത്ത് ശ്രീമാൻ സുരേന്ദ്രനെതിരെ പ്രയോഗിച്ചത്. ശ്രീമാൻ സുരേന്ദ്രൻ കേരളം നിയമസഭയ്ക്കകത്ത് കടക്കരുത് എന്ന് തീരുമാനമെടുത്തുകൊണ്ട് ആരാണോ ജയിക്കേണ്ടയാളെന്ന് കോൺഗ്രസും മാർക്സിസ്റ്റ് പാർട്ടിയുടെയും നേതാക്കന്മാർ അണിയറയിൽ തീരുമാനമെടുക്കും. അവർ നമ്മളെ തോൽപ്പിക്കും. 1/2 ഡസൻ ആളുകളെയാണ്, ഞാൻ ഉൾപ്പെടെ 1/2 ഡസൻ ആളുകളെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 2ാം സ്ഥാനത്ത് നിർത്തി. പ്രിയപ്പെട്ടവരെ, 5 വർഷം പിന്നോട്ട് വീണ്ടും നമ്മൾ ചിന്തിക്കുക. 5 വർഷം പിറകിലേക്ക് നമ്മൾ പോയാൽ അതിന്റെ 5 വർഷം മുമ്പ് പാലക്കാട് ഞാൻ മത്സരിക്കാൻ പോയി.
ഞാൻ അവിടെ ചെന്നപ്പോ കണ്ട കാഴ്ച, പ്രഗത്ഭനാണ് എന്ന് കേരളത്തിന് ബോധ്യമുള്ള, മാർക്സിസ്റ്റ് പാർട്ടിക്കും കുറച്ചു ബോധ്യമുള്ള പാലക്കാട്ടുകാരനായ NN കൃഷ്ണദാസ് എന്ന് പറയുന്ന 10 വർഷത്തിലധികം ഇന്ത്യൻ പാർലമെന്റിൽ ഇരുന്ന് കരുത്തു തെളിയിച്ച ആ NN കൃഷ്ണദാസിനെ ഷാഫി പറമ്പലിനെതിരെ മത്സരിപ്പിക്കുന്നു. കോൺഗ്രസും മാർക്സിസ്റ്റ് പാർട്ടിയും മത്സര രംഗത്ത് മുന്നോട്ട് പോകുന്നു. അവിടെ നിങ്ങളുടെ സഹോദരിയായിട്ടുള്ള ഞാനും മത്സര രംഗത്ത് നിൽക്കുന്നു. എലക്ഷന്റെ വോട്ട് പെട്ടിയിലാകുന്നതിന് 10 ദിവസം മുൻപ് ശ്രീമാൻ NN കൃഷ്ണദാസിനെ കാണാതാവുന്നു. എവിടെയുമില്ല, പ്രസംഗമില്ല, അദ്ദേഹത്തിന്റെ യാത്രകളില്ല, അദ്ദേഹം ആരുടെയും വീടുകളിൽ കയറുന്നില്ല. NN കൃഷ്ണദാസിനെ കണ്ടുപിടിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അവിടുത്തെ പോലീസ് അധികാരിക്ക് സ്ഥാനാർത്ഥി എന്നുള്ള രീതിയിൽ നമ്മൾ ഒരു പരാതി നൽകി. അത് തമാശയായിരുന്നു എങ്കിൽ പോലും അത് ജനങ്ങളെ ബോധവൽക്കരിക്കാൻ വേണ്ടിയായിരുന്നു. ആ NN കൃഷ്ണദാസിന്റെ പാർട്ടി ഉണ്ടല്ലോ, മാർക്സിസ്റ്റ് പാർട്ടി, ആ മാർക്സിസ്റ്റ് പാർട്ടി ഷാഫി പറമ്പലിനെ ജയിപ്പിക്കാൻ വേണ്ടി വോട്ടുകൾ മറിച്ചു കൊടുത്തുകൊണ്ട് അന്നും തോൽപ്പിച്ചു. എന്നെ മാത്രമല്ല, അപ്പുറത്തെ മലമ്പുഴയിൽ നിന്ന് കൃഷ്ണകുമാർ തോറ്റു. കാരണം കൃഷ്ണകുമാർ മത്സരിച്ചത് മലമ്പുഴയിലെ VS അച്യുതാനന്ദന്റെ മണ്ഡലത്തിലായിരുന്നു. അവിടെ മാർക്സിസ്റ്റ് പാർട്ടി വിജയിക്കട്ടെ എന്ന് കരുതിക്കൊണ്ട് ഒരു ദുർബലനായിട്ടുള്ള, അതായത് രാഷ്ട്രീയത്തിൽ അങ്ങനെ പയറ്റി തെളിഞ്ഞ് കടന്നു വരാത്ത, എന്നാൽ ചെറിയ രീതിയിൽ മാത്രം ആളുകൾക്ക് അറിവുള്ള ജോയ് എന്ന് പറയുന്ന ഒരു നേതാവിനെ കോൺഗ്രസ് അവിടെ മത്സരിപ്പിക്കുന്നു. കൃഷ്ണകുമാറും തോറ്റു, അപ്പുറത്ത് ശ്രീമാൻ സുരേന്ദ്രനും തോറ്റു. ഞാൻ പറഞ്ഞു വന്നത്, കഴിഞ്ഞ 10 വർഷം ഭാരതീയ ജനതാ പാർട്ടിയുടെ വിവിധ നേതൃനിരയിൽ പ്രവർത്തിക്കുന്നവരുടെ ജീവിതത്തെയല്ല അവർ നഷ്ടപ്പെടുത്തിയത്. അവർ നഷ്ടപ്പെടുത്തിയത് നമ്മുടെ മണ്ഡലത്തിന്റെയും ജില്ലയിലെയും പ്രാഗൽഭ്യത്തോടുകൂടി പ്രവർത്തിച്ച് കടന്നു വരുന്ന ഭാരതീയ ജനതാ പാർട്ടിയുടെ മുന്നേറ്റത്തെ തകർക്കാൻ വേണ്ടിയിട്ടാണ് അവർ പരിശ്രമിച്ചതെങ്കിൽ ആ ശ്രമം കേരള രാഷ്ട്രീയത്തിൽ വിജയിച്ചുവെങ്കിൽ നമ്മുടെ ആദരണീയനായിട്ടുള്ള മുൻ കേന്ദ്രമന്ത്രി ശ്രീ വി മുരളീധരൻജി ഈ വേദിയിലേക്ക് കടന്നു വന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞു വന്നത്, നമ്മളെ തോൽപ്പിക്കുക എന്നുള്ളതല്ല, ഏതെങ്കിലും വ്യക്തികളെ തോൽപ്പിക്കുക എന്നുള്ളതല്ല. ഭാരതീയ ജനതാ പാർട്ടി എന്ന് പറയുന്ന പ്രസ്ഥാനം കേരള രാഷ്ട്രീയത്തിൽ മുന്നോട്ട് വെക്കുന്ന വിഷയങ്ങളെ ഞങ്ങൾ കേരള നിയമസഭയിൽ ചർച്ച ചെയ്യിക്കില്ല എന്ന തീരുമാനമെടുത്തുകൊണ്ടാണ് കേരളത്തിൽ കോൺഗ്രസും മാർക്സിസ്റ്റ് പാർട്ടിയും മുന്നോട്ട് പോയതെങ്കിൽ 10 വർഷം നമ്മുടെ പ്രസ്ഥാനത്തിന്റെ അവർ നശിപ്പിച്ചു. 10 വർഷം അവർ നമ്മുടെ പ്രസ്ഥാനത്തിന്റെ, നമ്മുടെ വർഷം നശിപ്പിച്ചപ്പോ എന്തുണ്ടായി? അയ്യപ്പന്റെ കട്ടിളപ്പാളി പൊളിച്ചു നീക്കി കൊണ്ടുപോയപ്പോ എണീറ്റ് നിന്ന് ചോദ്യം ചോദിക്കാൻ കേരള നിയമസഭയില് നട്ടലുള്ള ഒരാള് പോലും ഇല്ലാത്ത അവസ്ഥയുണ്ടായി. ചെന്നിത്തല പറഞ്ഞു, SITയുടെ ഉദ്യോഗസ്ഥന്മാരുടെ മുന്നിൽ രമേശ് ചെന്നിത്തല പോയി മൊഴി കൊടുത്തു. ആരാണ് SIT? SIT എന്ന് പറയുന്നത് പിണറായി വിജയന്റെ പോലീസല്ലേ? SIT എന്ന് പറയുന്നവർക്ക് മൊഴി കൊടുക്കാൻ ആഗ്രഹിച്ച കേരളത്തിന്റെ രമേശ് ചെന്നിത്തലയോട് ഭാരതീയ ജനതാ പാർട്ടി ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്, നിങ്ങൾക്ക് ശബരിമല വിഷയം പരിപൂർണമായി തെളിയണം എന്ന ആഗ്രഹമുണ്ടെങ്കിൽ ദേശീയ ഏജൻസി അന്വേഷിക്കാൻ വരണമെന്നല്ലേ ശ്രീമാൻ രമേശ് ചെന്നിത്തല ആവശ്യപ്പെടേണ്ടത്? അവരുടെ മുൻപാകെയല്ലേ രമേശ് ചെന്നിത്തല തന്റെ കാര്യങ്ങൾ തുറന്നു പറയേണ്ടത്? സോണിയാഗാന്ധിയുടെ കയ്യിൽ അവിടെ നിന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റി കുറച്ചു നേരത്തേക്ക് ചരട് കെട്ടിക്കൊടുത്തു അത്രേ. ആരാ കെട്ടിക്കൊടുക്കാൻ പോയത്? നമ്മുടെ ശ്രീമാൻ മുരളീധരൻജി മത്സരിച്ച ആറ്റിങ്ങലിലെ, ഞാൻ മത്സരിച്ചപ്പോ ആറ്റിങ്ങലിൽ നിന്ന് ജയിച്ച് MP ആയി പോയ അടൂർ പ്രകാശും ഉണ്ണികൃഷ്ണൻ പോറ്റിയും സോണിയ മാഡവും ഒരുമിച്ച് നിൽക്കുന്ന ചിത്രം നമ്മുടെ മുന്നിൽ പുറത്തു വന്നു. അപ്പൊ ഒരു കാര്യം ഉറപ്പായി, അടൂർ പ്രകാശിനും ഉണ്ണികൃഷ്ണൻ പോറ്റിക്കും സോണിയ മാഡത്തിനും ഈ കട്ടിളപ്പാളി പൊളിച്ചതിനെ കുറിച്ച് അറിയാം. വെറുതെ സോണിയാഗാന്ധിയെ കാണാൻ പോകുമോ? ഏറ്റവും കൂടുതൽ പുരാവസ്തുക്കൾ ഇന്ത്യ മഹാരാജ്യത്തു നിന്ന് കടത്തിക്കൊണ്ടുപോയിട്ടുള്ളത് ഇറ്റലിയിലേക്കാണ് എന്ന് ശ്രീമാൻ സുബ്രഹ്മണ്യ സ്വാമിയുടെ പഴയകാല റിപ്പോർട്ടുകൾ നമ്മുടെ മുന്നിലില്ലേ? ആ റിപ്പോർട്ടുകൾ നമ്മുടെ മുന്നിലിരിക്കുമ്പോ നമ്മൾ 1/2 ഡസൻ പേർ കേരള നിയമസഭയിൽ 10 കൊല്ലം മുമ്പ് ഉണ്ടായിരുന്നുവെങ്കിൽ കട്ട്ള പൊളിക്കാൻ വേണ്ടിയിട്ട് തീരുമാനിക്കാൻ ഈ കടകംപള്ളി സുരേന്ദ്രന് ആംബിയർ ഉണ്ടാകുമായിരുന്നോ എന്നുള്ള ചോദ്യം ഈ കേരള രാഷ്ട്രീയത്തിൽ ഉയർത്താൻ ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രവർത്തകന്മാർ തയ്യാറെടുപ്പ് നടത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു കാല
നിമിഷത്തിൽ പ്രിയപ്പെട്ടവരെ നമ്മൾ ഒരുമിച്ച് ചേർന്നുകൊണ്ട് എടുക്കേണ്ട തീരുമാനം നമുക്ക് ഈ കേരളത്തിന് വിജയിക്കണമോ വേണ്ടയോ എന്നുള്ള ചോദ്യമാണ്.